തലസ്ഥാനത്തെ ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതിയായ അഫാന്റെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. അഫാനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ അനുമതി ലഭിച്ചാൽ ഉടൻ അഫാന്റെ അറസ്റ്റ് മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. സിനിമകളടക്കമുള്ളവ അഫാനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, അഫാനെ എലിവിഷം കഴിച്ചു എന്നൊരു സൂചന അയാൾ നൽകിയതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നത്. ഇപ്പോൾ അഫാന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അതിന്റെ ഒരു സാഹചര്യത്തിലാണോ ഇന്ന് ഈ അറസ്റ്റിലേക്ക് നീങ്ങുന്നത്? അതുല്യ, ഈ ക്രൂരമായ കൊലപാതകത്തിന് ശേഷം അഫാനുള്ളിൽ വിഷം കഴിച്ചു എന്നാണ് പോലീസിന് നൽകിയ മൊഴി. അതിനെ അടിസ്ഥാനപ്പെടുത്തി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് നൽകിയിരുന്നു. ചികിത്സയ്ക്ക് ശേഷം അഫാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പോലീസ് അഫാനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും അഫാനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആശുപത്രി അധികൃതരുടെ ഉറപ്പിന്മേൽ മാത്രമാണ് ആശുപത്രി വിട്ടതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസ് സംഘം അതിനായുള്ള കാത്തിരിപ്പിലാണ്. അഫാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നുള്ള വ്യക്തത വന്നിട്ടുണ്ട്. ഏതായാലും ആശുപത്രി അധികൃതർ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ വച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി അവിടെ നിന്ന് പോലീസ് കൊണ്ടുപോകും. കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് കടക്കും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതിനു ശേഷം വീണ്ടും ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വിട്ടുവാങ്ങാനുള്ള അപേക്ഷ നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അഫാന്റെ ഉമ്മയുടെ നില അതീവ ഗുരുതര അവസ്ഥയിലായിരുന്നുവെങ്കിലും ഇപ്പോൾ ഭേദപ്പെട്ട നിലയിലാണ്. പോലീസിന് മൊഴി നൽകാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഏതായാലും ഉമ്മയുടെ മൊഴി കൂടി ഇന്ന് രേഖപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനായുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് അന്വേഷണ സംഘം. എന്നാൽ ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്ന് ഉറപ്പുവരുത്തുകയും നിലവിലെ സ്ഥിതി ഈ മൊഴി നൽകാൻ തക്കവണ്ണമാണെന്ന് ഉറപ്പാണെങ്കിൽ മാത്രമാണ് ഉമ്മയുടെ മൊഴി പോലീസ് എടുക്കുന്നത്. അതേസമയം തന്നെ അഫാനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. അഫാൻ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അഫാന് ഒരുപാട് കടമുണ്ടെന്നും അത് സ്വർണം പണയം വെച്ച് വീട്ടാനുള്ള ശ്രമം നടത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെയും തെളിഞ്ഞിരുന്നു. അഫാൻ ഈ കാമുകി അഫ്സാനയുടെ മാല വാങ്ങി പണയം വച്ചിരുന്നു. അതിന് തിരിച്ച് മുക്കുപണ്ടമാണ് നൽകിയിരുന്നത്. എന്നാൽ ഈ മാല ആവശ്യപ്പെട്ട അഫ്സാന ഇടയ്ക്കിടെ ചോദ്യം ചെയ്തിരുന്നു. അതും അഫാനെ ചൊടിപ്പിച്ചിരുന്നു. കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണമായി എന്നുള്ള സൂചനയും പോലീസ് ലഭിക്കുന്നുണ്ട്. ഏതായാലും വിശദമായി അഫാന്റെ മൊഴിയെടുക്കും. അതിനുശേഷം ഉമ്മയുടെ കൂടി മൊഴി ശേഖരിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ നീക്കമുണ്ടാവുക. ഏതായാലും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള കൊലപാതകം എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഏതായാലും അന്വേഷണ സംഘം അഫാന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുല്യ. വിഷ്ണു, അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും, അതുപോലെ തന്നെ അഫാന്റെ കൂടുതൽ വിശദമായ മൊഴിയും രേഖപ്പെടുത്തും എന്നാണ് അറിയിച്ചിരുന്നത്. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ മറ്റ് സാധ്യതകൾ കൂടി പോലീസ് ഇന്നലെ തന്നെ പരിശോധിച്ചിരുന്നു. ലഹരിയുടെ ഒരു പ്രഭാവത്തിലാണോ, അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ഒരു ഗതിയിലേക്ക് അന്വേഷണം പോകുന്നത് സിനിമകൾ അതുപോലുള്ള സാധനങ്ങൾ ഈ പ്രതിയെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നൊരു രീതിയിലേക്ക് കൂടി അന്വേഷണം കൊണ്ടുപോകുന്നുണ്ട്. അത്തരത്തിൽ ഈ പ്രതിയെ ഈ ഒരു കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണമായ മറ്റു ഘടകങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നത് എന്തെല്ലാമാണ്? അതുല്യ, അഫാന്റെ മനോനില പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അഫാന്റെ മാനസിക സ്ഥിതി ഒരു സാഹചര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. പോലീസ് അഫാന്റെ മാനസികാരോഗ്യം മെച്ചപ്പെട്ടതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരും. അതോടൊപ്പം തന്നെ മറ്റ് മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന ഉണ്ടാകും. എന്നാൽ അഫാൻ നൽകിയ മൊഴിയിൽ നിന്നും ഇതുവരെയും മയക്കുമരുന്നോ അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. പകരം മദ്യം മാത്രമാണ് ലഹരിയായി ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കൊലപാതക സമയത്തിനിടയിൽ ബാറിൽ പോയി മദ്യപിച്ചതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഫാന്റെ ഉള്ളിൽ മദ്യമാണ് ഉണ്ടായിരുന്നതെന്നുള്ളൊരു സൂചനയാണ്. ഏതായാലും ഇനി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുശേഷം പോലീസ് ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാകും. കാരണം ഈ കൊലയുടെ ശൈലി കണ്ടിട്ട് പോലീസ് ആദ്യഘട്ടത്തിൽ ലഹരി ഉപയോഗിച്ചിട്ട് നടത്തിയതാകാം എന്നുള്ളൊരു നിഗമനത്തിലെത്തിയിരുന്നു. അത്രത്തോളം ക്രൂരമായുള്ളൊരു കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത്. കൂട്ടക്കൊല പല സ്ഥലങ്ങളിലായി നടത്തി കരുതിക്കൂട്ടി പക മനസ്സിലൂട്ടി നടത്തിയതാണ്. അതായത് ഏറെ നേരം കൊണ്ട് നടത്തിയതുകൊണ്ട് പിന്തിരിയാനുള്ള സാഹചര്യം
കാര്യങ്ങൾ ഉണ്ടായിരുന്നു, എന്നിട്ടും അത് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ഈ മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു. എന്നാൽ അഫാൻ മൊഴി നൽകിയിട്ടുള്ളത് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. ഇതുവരെയും അങ്ങനെ ഒരു ശീലമില്ല എന്നാണ്. മദ്യം മാത്രമാണ് ഉപയോഗിച്ചതെന്ന് ഏകദേശം സൂചന ലഭിച്ചിട്ടുണ്ട്. ബാറിൽ പോയി മദ്യപിച്ച വിവരങ്ങൾ അത് അടക്കം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഫാന്റെ മാനസിക നില കൂടി പരിശോധിക്കും. ഇതിന് വിദഗ്ധ സംഘം നേരത്തെ തന്നെ തയ്യാറായിട്ടുണ്ട്. അതുകൂടി പരിശോധിച്ച് ഒരു വിശദീകരണം കണ്ടെത്തേണ്ടതുണ്ട് ഇതിൻ്റെ ഭാഗത്തിൽ. അതോടൊപ്പം തന്നെ അഫാനെ സിനിമകൾ സ്വാധീനിച്ചിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് സംഘം കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കും. അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകൾ കൂടുതൽ ശക്തമാക്കും. അല്ലാത്തവണ്ണം ഈ കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സാക്ഷികളില്ലാത്തൊരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പല രീതിയിലാണ് ഈ കേസ് കണ്ടെത്തേണ്ടതുള്ളത്. പോലീസിന് വലിയ ഒരു പ്രതിസന്ധി ഇതിൻ്റെ പിന്നിലുണ്ട്. ഏതായാലും കൂടുതൽ തെളിവ് ശേഖരിച്ച് ഇനി മൊഴിയുടെ അടിസ്ഥാനത്തിൽ അഫാന്റെ ഉമ്മയുടെ മൊഴിയെടുക്കും. അതോടൊപ്പം അഫാനെ കൂടുതൽ ചോദ്യം ചെയ്ത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആണ് അറസ്റ്റും മറ്റു കാര്യങ്ങളും ചെയ്യുക. ഏതായാലും മുന്നോട്ടുള്ള കേസിൻ്റെ ഗതിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുക. ഏതായാലും പോലീസ് ശക്തമായ ഒരു അന്വേഷണം തുടരുകയാണ്. അതുല്യ. വിഷ്ണു, ഇതോടൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകളെ കുറിച്ച് പറയുമ്പോൾ അതോടൊപ്പം ചോദിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അഫാന്റെ ഫോൺ പരിശോധിക്കുന്ന ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്ന് അറിയിച്ചിരുന്നു. ഗൂഗിളിലെ സെർച്ച് ഹിസ്റ്ററി അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ കൂട്ടാത്മഹത്യക്കുള്ളൊരു ശ്രമം അത് ഗൂഗിളിൽ തിരയുകയോ അല്ലെങ്കിൽ എത്തരത്തിൽ ഈ ഒരു കൊലപാതക ആസൂത്രണം ചെയ്യാം മുതലായ വിവരങ്ങൾ അഫാൻ ഗൂഗിളിൽ തിരഞ്ഞിട്ടുണ്ടോ എന്നത് അറിയുന്നതിനായി സെർച്ച് ഹിസ്റ്ററി പരിശോധിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് ഇന്നലെ അറിയിച്ചിരുന്നു. സൈബർ പോലീസിന് അതിൻ്റെ നടപടികൾ ആരംഭിക്കാനുള്ള കത്തും നൽകിയിരുന്നു. അത്തരത്തിൽ ഈ സൈബർ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമാണ്? ഫോൺ അത്തരത്തിൽ പരിശോധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ പരിശോധനയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ മുതലായ വിശദാംശങ്ങൾ ലഭ്യമാണോ? ഇപ്പോൾ നിലവിൽ അന്വേഷണം നടന്നു വരികയാണ്. ഏതായാലും അഫാന്റെ ഫോണടക്കം പരിശോധിക്കും. പോലീസ് കൃത്യമായ ഒരു അന്വേഷണം അതിൻ്റെ ഭാഗമായി നടത്തി വരും. കൂടുതൽ തെളിവുകൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഏതായാലും ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് അഫാന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണമിടപാടുകൾ നടന്നിട്ടുണ്ട്. ഈ മുത്തശ്ശിയെ കൊലപ്പെടുത്തി സ്വർണം കൈക്കലാക്കി പണയം വെച്ച് 74,000 രൂപ കൈക്കലാക്കി. അതിനുശേഷം 40,000 രൂപ കടം തീർക്കാനായി ഉപയോഗിച്ചിരുന്നു. ഈ പണം കടം തീർക്കുന്നതെല്ലാം മൊബൈൽ വഴിയായിരുന്നു. അതായത് ഈ ബാങ്ക് അക്കൗണ്ട് വഴി പണം നൽകിയത്. അതുകൊണ്ട് തന്നെ അഫാനുമായി ബന്ധപ്പെട്ട കടം നൽകിയ ആളുകളുമായി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. അഫാന്റെ ഉമ്മയുടെ പേരിൽ എന്തൊക്കെ കടകളുണ്ട് എന്ന് അന്വേഷിച്ച് വരികയാണ്. അതായത് പ്രതി നേരത്തെ മൊഴി നൽകിയത് കടബാധ്യതയെ തുടർന്നുള്ള കൊലപാതകമാണ് നടത്തിയതെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ മരണങ്ങൾക്ക് പിന്നിൽ, ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ കടബാധ്യതയുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കടം നൽകിയവരുടെ അല്ലെങ്കിൽ ഇവർക്ക് കൂടുതൽ പണം നൽകിയിട്ടുണ്ടെന്ന് അവരുടെ രേഖകൾ അടക്കം പരിശോധിക്കും. കൂടുതൽ എത്രത്തോളം പണമാണ് ആരിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പോലീസ് അന്വേഷിക്കും. എത്രത്തോളം കടമുണ്ടെന്നും അതിനു വേണ്ടി തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന് ഉറപ്പുവരുത്തിക്കാനാണ് പോലീസ് ഈ ഒരു അന്വേഷണം നടത്തുന്നത്. ഏതായാലും കടവുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ അഫാൻ മൊബൈൽ വഴി അല്ലെങ്കിൽ അക്കൗണ്ട് വഴി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസിന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ വിവരങ്ങൾ ഇനി അന്വേഷണത്തിൽ മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. അതില്ല. ശരി വിഷ്ണു, തലസ്ഥാനത്ത് വെഞ്ഞാറമൂട് നടന്ന കൂട്ടക്കൊലപാതകത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. പ്രതിയായ അഫാന്റെ അറസ്റ്റ് ഡോക്ടർമാരുടെ അനുമതി ലഭിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ രേഖപ്പെടുത്തിയേക്കും. അതോടൊപ്പം തന്നെ ആരോഗ്യനില പതിയെ മെച്ചപ്പെട്ടു വരുന്ന പരിക്കേറ്റിട്ടുള്ള അഫാന്റെ ഉമ്മ ഷെമിയുടെ മൊഴിയും സാഹചര്യം അനുകൂലമാണെങ്കിൽ രേഖപ്പെടുത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.